ജീവനും ജീവിതവും തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള കൈവിട്ട കളികളാണ് പലരും ചെയ്യുന്നത്. അതിന് ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ താനൂരിൽ നിന്നും കാണാതായ +2 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നും കണ്ടെത്താനായി സാധിച്ചത്. 36 മണിക്കൂറുകൾ തീരുന്നു. ആ മാതാപിതാക്കൾ മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരും. ഈ വാർത്തയറിഞ്ഞ ആ നിമിഷം മുതൽ ഓരോ മാതാപിതാക്കളും രക്ഷിതാക്കളുമൊക്കെ വളരെ ഭീതിയോടുകൂടിയാണ് ഈ അവസ്ഥയെ നോക്കിക്കാണുന്നത്. ഈ അടുത്തായി പുറത്തു വരുന്ന പലതരം വാർത്തകൾ, നല്ലതും മോശവുമായിട്ടുള്ള പലതരം സംഭവങ്ങൾ, പ്രധാനമായും അക്രമ സംഭവങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് മലയാളികളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വിഷയത്തിൽ ഏറെ ജാഗ്രതയോടുകൂടി കേരള സമൂഹം നോക്കിക്കാണേണ്ടത്, സൗഹൃദങ്ങളൊക്കെ തന്നെ നല്ലതാണ്, അത് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ തന്നെ സൗഹൃദം പുലർത്തേണ്ടതുമാണ്. പക്ഷേ മുഖം പോലും അറിയാത്ത, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും മാത്രം, സോഷ്യൽ മീഡിയ സൈബർ ഇടത്ത് മാത്രം കണ്ട് പരിചിതമായിട്ടുള്ള ചിലരുടെ വാക്കുകൾ വിശ്വസിച്ച് അവർക്കൊപ്പം പല നാട്ടിലേക്കും പോകാൻ ധൈര്യം കാട്ടുന്നതിനെ തന്നെയാണ് ഭയപ്പാടോടുകൂടി നോക്കേണ്ടത്. അങ്ങനെ ഒരു നീക്കമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വീട്ടുകാർ ഒരു കാര്യം ചെയ്യരുത് എന്നാവശ്യപ്പെട്ടപ്പോൾ പരിചയം പോലുമില്ലാത്ത ഒരാളോടുകൂടി പല സംസ്ഥാനങ്ങൾ താണ്ടി പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് പോയി മുടി സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്നു. മോഡേണായി ഫാഷനായി നടന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു വലിയ തിരിച്ചറിവ് കൂടിയാണ് ജനങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നത്. നേരം വെളുക്കുവോളം പോലീസ് ഉദ്യോഗസ്ഥർ ഉറക്കമൊഴിച്ച് നടത്തിയ അന്വേഷണം, ശ്വാസം പോലും നേരെ എടുക്കാൻ കഴിയാതെ രക്ഷിതാക്കൾ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഏറ്റവും ഒടുവിൽ കുട്ടികളെ കണ്ടെത്തിയപ്പോൾ ആദ്യം തന്നെ ചെയ്തത് വീട്ടുകാരുമായി വീഡിയോ കോൾ ചെയ്ത് സുരക്ഷിതരാണ് മക്കളെന്ന് ഉറപ്പുവരുത്തി. അവരിവിടെ എത്തിയാലും അവർക്ക് പ്രശ്നമൊന്നും തന്നെ ഉണ്ടാകില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല, ധൈര്യമായി തിരിച്ചെത്തിക്കോളൂ എന്നുള്ള ആത്മവിശ്വാസം പകരുകയാണ് ചെയ്തത്. ഒന്നും തന്നെ പേടിക്കണ്ട. മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ വളരെ ഭംഗിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്, മക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരൂ എന്നുള്ള അഭ്യർത്ഥനയാണ് പിതാവ് വളരെ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞത്. ഇത് കേട്ട പാടെ ഒരു കുട്ടി പൊട്ടിക്കരയുന്നതായും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി. ഫോണിൽ മാതാപിതാക്കളോട് സംസാരിച്ചു, തെറ്റ് മനസ്സിലാക്കി, തിരിച്ചു വരുന്നു, തങ്ങൾക്ക് പ്രശ്നമൊന്നും തന്നെ ഇല്ല, ഇതുവരെ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. എന്നിരുന്നാലും അവർക്ക് ഏറ്റവും ആശങ്കയുള്ളത് അവർ നാട്ടിലെത്തി കഴിയുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യേണ്ടത്. പല വിധത്തിലുള്ള ചോദ്യങ്ങൾ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ തന്നെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അതിനെ എങ്ങനെ നേരിടും, ഈ ആശങ്കകളാണ് അവർ പറയുന്നത്. അതിനെയൊക്കെ തന്നെ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അവർക്ക് കൗൺസിലിംഗ് അടക്കം നൽകി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. 16-17 വയസ്സുള്ള പെൺകുട്ടികൾ, +2 വിദ്യാർത്ഥിനികൾ ആരുടെയും സഹായമില്ലാതെ ഒരു പരിചയവുമില്ലാത്തൊരു നഗരത്തിലെത്തി, അതും മുംബൈ നഗരത്തിൽ. വ്യക്തമായ ഉത്തരം ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുഭാഗം. മുംബൈയിലെത്തിയ ഈ കുട്ടികൾ അവരുടെ ഹെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചത് 1-2 രൂപയല്ല, 10,000 രൂപ. ഈ പണം അവർക്ക് എവിടെ നിന്ന് കിട്ടി? വീട്ടിൽ നിന്നാണെങ്കിൽ അത് മാതാപിതാക്കളുടേത് തന്നെയാണോ എന്നുള്ളതിൽ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം അലട്ടുന്നുണ്ട്. അതൊക്കെ കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് പരീക്ഷ നടക്കുന്ന സമയം. എല്ലാ കുട്ടികളും പരീക്ഷാ പേടിയിൽ, പരീക്ഷയുടെ ടെൻഷനും അതുപോലെ തന്നെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതും കൂടുതൽ മാർക്ക് നേടുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവെക്കുമ്പോൾ അത്തരത്തിൽ ഒരു ആശങ്കയുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ അവരെങ്ങനെയാണ് ഈ സമയം തന്നെ ഒരു എക്സ്കർഷന് വേണ്ടി, ഒരു ടൂറിന് വേണ്ടി, ഇങ്ങനെ ഒരു യാത്ര നടത്താൻ വേണ്ടി തയ്യാറെടുത്തത്? ആരുടെയെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം കുട്ടികൾ മൈനറാണ്. ഈ 2 കുട്ടികളെയും മുംബൈയിലെ ലാസ്യ സലൂണിൽ മുടി ട്രിം ചെയ്യാനെത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് അവിടുത്തെ മേക്ക് ഓവർ വീഡിയോ അവർ ചിത്രീകരിച്ചിരുന്നു. ഇരുവരും എത്തിയത് മുഖം മറച്ചാണ്, മാസ്ക് വെച്ചുകൊണ്ടാണ്. ഹിന്ദിയും ഇംഗ്ലീഷും കുട്ടികൾക്ക് വ്യക്തമായി അറിയില്ല എന്നുള്ളത് അവിടെയുള്ളവർക്ക് തന്നെ മനസ്സിലായി. മലയാളം മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇവർക്കൊപ്പം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് അവിടെ പരിചിതമായി തന്നെയാണ് തോന്നിയത്. അതോടെ മലയാളം അറിയാവുന്ന ജീവനക്കാരൻ പെൺകുട്ടിക്കൊപ്പം തന്നെ നിന്നു. മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അവരുടെ പേരും മൊബൈൽ നമ്പറും സ്ഥലവും ഒക്കെ ചോദിച്ചപ്പോൾ ഫോൺ നമ്പർ കൊടുത്തില്ല, ഫോൺ കാണുവാനില്ല എന്നാണ് പറഞ്ഞത്. പേര് മാത്രം കൊടുത്തു. ഒട്ടും തന്നെ സമയമില്ലായിരുന്നു, ധൃതി പിടിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ, ഇത്രയധികം പണം മുടക്കിയിട്ട് പോലും വളരെ വേഗത്തിൽ തിരിച്ചു പോകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഒരു യുവാവ് പെൺകുട്ടിയെ വിളിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് സലൂണിലെ ജീവനക്കാർ പറയുന്നത്. അവരുടെ കൈവശം ഒരുപാട് പണമുണ്ട് എന്നും ജീവനക്കാർക്ക് മനസ്സിലായി. ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ പൻവേലിലേക്കാണ് യാത്ര തിരിക്കുന്നതെന്നാണ് ജീവനക്കാരോട് പറഞ്ഞത്.
കൂടുതൽ ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി ഇല്ലാതായി. എന്തോ പന്തികേട് അവർക്ക് തോന്നിയിരുന്നു. വളരെ വേഗത്തിൽ അവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വന്നു. കേരളത്തിൽ നിന്നും കാണാതായ പെൺകുട്ടികൾ തന്നെയാണ് ഇവിടെ എത്തിയത്. ഒരു യുവാവ് പറഞ്ഞതനുസരിച്ചാണ് ഇവർ പോയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതനുസരിച്ച് ആ യുവാവുമായി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അയാൾ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ കുട്ടികളെ പരിചയപ്പെട്ടത്. അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടിൽ ഇനി കഴിയാൻ സാധിക്കില്ല എന്ന് കൂടി യുവാവിനോട് പറഞ്ഞു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോണു. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ യുവാവ് ശ്രമിച്ചു എന്ന് പറയുന്നെങ്കിലും തങ്ങൾക്കൊപ്പം വന്നാലും വന്നില്ലെങ്കിലും വീട് വിട്ട് പോകുമെന്ന് തറപ്പിച്ചു പറയുന്നു. ഒറ്റയ്ക്ക് വീട് വിട്ടിറങ്ങിയാലുണ്ടാകുന്ന അവസ്ഥ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പുറത്തു പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഭയന്നാണ് ഇയാൾ കൂടെ പോയതെന്നും വ്യക്തമാക്കുകയുണ്ടായി. എന്നിരുന്നാലും അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വിഷയമുണ്ടായിരുന്നു. ഒന്നുകിൽ പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കുക. ഇതൊന്നും തന്നെ ആ നിമിഷം വരെയും ഇയാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. സാധാരണഗതിയിൽ തങ്ങളുടെ സുരക്ഷ ആലോചിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി പോലീസിലെങ്കിലും ഒരു കാര്യം അറിയിച്ചിരിക്കും, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അറിയിച്ച് വേണ്ടപ്പെട്ടവരുമായി ഇത് അറിയിക്കണമെന്നെങ്കിലും പറഞ്ഞിരിക്കും. പക്ഷേ ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടി പരിചയപ്പെട്ട എടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് മനസ്സിലായത്. ഇയാളെ പിന്തുടർന്നപ്പോൾ തന്നെയാണ് പെൺകുട്ടികളെ കണ്ടെത്താൻ കൂടി കഴിഞ്ഞത്. ഇവരുടെ രണ്ടുപേരുടെയും ഫോണിലേക്ക് അവസാനം വിളിച്ചതും റഹീമായിരുന്നു. അങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തിയത്. പോലീസ് വിവരം ശേഖരിച്ചു. സോഷ്യൽ മീഡിയ വഴി യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു. ഇയാൾ മുംബൈയിൽ ഒരു ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. വസ്ത്രം തിരഞ്ഞെടുക്കാനോ മറ്റുമായി മുംബൈയിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ഇയാൾക്കൊപ്പം യാത്ര തിരിച്ചതാണ് ഈ പെൺകുട്ടികൾ. ഇയാൾക്ക് തന്നെ പരിചയമുള്ള മലയാളികൾ നടത്തുന്ന ഒരു സലൂണിൽ കൊണ്ടുപോയി തന്നെയാണ് ഈ ഹെയർ സ്ട്രെയിറ്റനിങ് അടക്കം നടത്തിയതെന്നും പോലീസ് പറയുന്നു. അന്വേഷണ പരിധിയിൽ തന്നെ പോലീസിനൊപ്പം റഹീമും പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പെൺകുട്ടികളെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിച്ചു. ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയത് ഫോൺ ലൊക്കേഷനും സിം കാർഡും സ്ഥിരീകരിച്ചുള്ള ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം തന്നെയാണ്. കുട്ടികൾ ഒരു യാത്രയുടെ രസം പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയതെന്നാണ് മലപ്പുറം SP വിശ്വനാഥ് വ്യക്തമാക്കുന്നത്. കുട്ടികൾ മറ്റൊന്നും തന്നെ മനസ്സിൽ ചിന്തിക്കുന്നില്ല, മറ്റൊരു ഉദ്ദേശവും ആർക്കും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വളരെ വേഗത്തിൽ ശനിയാഴ്ച ഉച്ചയോടുകൂടി തന്നെ ഇങ്ങെത്തുമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടികളെ കേരള പോലീസ് കൈമാറിയ ചില ഫോട്ടോയിൽ നിന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് കേരള പോലീസും റെയിൽവേ പോലീസും പിന്നീട് അന്വേഷണം നടത്തി കുട്ടികളെ വേഗത്തിൽ കണ്ടെത്തി. ഇപ്പോൾ റെയിൽവേ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള പെൺകുട്ടികളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി താനൂർ പോലീസ് വെള്ളിയാഴ്ച രാവിലെ തന്നെ പൂനെയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. കുട്ടികളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു. അയാളെയും ഈ നടപടികളുടെ ഭാഗമായി നാട്ടിലെത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസുമായി നന്നായി സഹകരിക്കുന്നു. ഇയാളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. കാരണം കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഇയാൾ തന്നെയായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 11ഓടെയാണ് താനൂർ ദേവധാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷ എഴുതാനായി ഇറങ്ങിയ 2 +2 വിദ്യാർത്ഥിനികളെ കാണാതാകുന്നത്. പിന്നീട് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവണ്ണ സ്വദേശിക്കൊപ്പം കോഴിക്കോട്ട് നിന്ന് മുംബൈയിലേക്ക് പോയി. അന്വേഷണത്തിനൊടുവിൽ മഹാരാഷ്ട്രയിലെ ലോണാവാല സ്റ്റേഷനിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തി.